ഹരേ കൃഷ്ണ. രാവണനെ ബാലി മോചിപ്പിക്കുന്ന കഥാഭാഗമാണ് ഞാനിവിടെ പറയുന്നത്. പിതാവിനെ എങ്ങനെ മോചിപ്പിക്കുമെന്ന് ഇന്ദ്രജിത്ത് ചിന്തിച്ചു. അപ്പോൾ മായാസുരൻ പറഞ്ഞു, തൽക്കാലം നീ ക്ഷമിക്കുക. കുറച്ചുനാൾ കഴിയുമ്പോൾ അവന് ദയ തോന്നാതിരിക്കില്ല. അപ്പോൾ അവൻ താനേ രാവണനെ മോചിപ്പിച്ചുകൊള്ളും. അത് കേട്ട് ഇന്ദ്രജിത്ത് അടങ്ങി. ഒരു ദിവസം ബാലി തർപ്പണം കഴിച്ച് കിഷ്കിന്ധാപുരിയിലെത്തി. കവിവീരർ ഇരിക്കുന്ന സഭയിൽ മടിപീഠത്തിൽ കയറി അവനിരുന്നു. അയാളുടെ വാലിൽ കിടക്കുന്ന രാവണനെ മറ്റു കുട്ടിക്കുരങ്ങന്മാർ കാണുവാനിടയായി. അവർ പുറകിൽ കൂടിച്ചെന്ന് രാവണനെ പലതരം ഗോഷ്ഠികൾ കാണിച്ച് പരിഹസിക്കുകയും ദേഹ ഉപദ്രവം ഏൽപ്പിക്കുകയും ചെയ്തു. അവരുടെ ശല്യം സഹിക്കവയ്യാതായപ്പോൾ രാവണൻ ഉറക്കെ വിലപിച്ചു തുടങ്ങി. രാവണൻ്റെ ഉറക്കെയുള്ള നിലവിളി കേട്ട് ബാലി അവനെ മോചിപ്പിച്ചുകൊണ്ട് പറഞ്ഞു, എൻ്റെ പിതാവായ ദേവേന്ദ്രനെ യുദ്ധത്തിൽ ജയിച്ച വീരൻ്റെ പിതാവ്, കൈലാസപർവ്വത വിളക്കി കയ്യിലെടുത്ത് അമ്മാനമാടിയ വീരൻ എങ്ങനെ എൻ്റെ വാലിൽ വന്നു പട്ടു? ബാലിയുടെ പരിഹാസം കേട്ട് രാവണൻ ചൂളിപ്പോയി. നാരദൻ്റെ കൃത്രിമവും തൻ്റെ ബുദ്ധിമോശവും കൊണ്ടാണ് ഇങ്ങനെയൊക്കെ സംഭവിച്ചത്. അതിനാൽ ഭവാൻ എന്നോട് ക്ഷമിക്കണം എന്ന് പറഞ്ഞ് രാവണൻ മാപ്പ് ചോദിച്ചുകൊണ്ട് ബാലിയുമായി ഒരു വാഗ്ദാനത്തിലെത്തി. അത് പ്രകാരം രാവണൻ എതിരായി യാതൊന്നും ചെയ്യുകയില്ലെന്നും രാവണൻ്റെ ശത്രുപക്ഷം ചേർന്നു നിന്നും യുദ്ധം ചെയ്യില്ലെന്നും ബാലി രാവണന് വാക്കുകൊടുത്തു. സന്തുഷ്ടനായ രാവണൻ ലങ്കയിലേക്ക് മടങ്ങിപ്പോയി. നേരിട്ട് യുദ്ധം ചെയ്യുന്നവൻ്റെ പകുതി കരുത്ത് കൈയടക്കാനുള്ള ശേഷിയും ബാലിക്കുണ്ടു. ഇങ്ങനെ കഥ പറഞ്ഞ് അവസാനിപ്പിച്ച ശേഷം സുഗ്രീവൻ വീണ്ടും ചിന്തയിലാണ്ടിരുന്നു. ഹരേ കൃഷ്ണ. ഈ കഥയുടെ അവസാന ഭാഗമാണ് പറഞ്ഞത്. ഇനി നല്ല നല്ല കഥകൾ അടുത്ത ഭാഗത്തിൽ.